ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു നൈക്ക ഹോൾ ആണ്. അപ്പോൾ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മേക്കപ്പും അതേപോലെ തന്നെ സ്കിൻ കെയറും ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എൻ്റെ റീപർച്ചേസിങ്ങും അതേപോലെ തന്നെ കുറച്ചെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ഓൺ ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. You be saying no, no, then saying yes, 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 cause you're messing with your head. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കിൻ കെയർ റേഞ്ചിൽ നിന്ന് ഞാൻ തുടങ്ങാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീയുടെ 72 അവർ ഹൈഡ്രേറ്റിംഗ് ജെൽ പ്രോബയോട്ടിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഓയിൽ ഫ്രീ ഫോർമുലയിലുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ആക്നെ പ്രോൺ സ്കിന്നിനും അതേപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള സ്കിന്നിനുമാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. അത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു കവർ കാണും. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കാം. ഈ ഫോമിലായിരിക്കും പ്രോഡക്റ്റ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ ജെല്ലായി പോകുന്നതാണ്. അതുകൊണ്ട് ഓയിലി സ്കിന്നിനും അതേപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നിനും ആയിരിക്കും ഈ മോയ്സ്ചറൈസർ ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 671 റുപ്പീസ് ആണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 451 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓഫേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് അതിന് 451 റുപ്പീസ് ആയിട്ടുണ്ട്. ഞാനിത് മേടിക്കുമ്പോഴത്തേക്കും എനിക്ക് 671 റുപ്പീസ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെർമാക്കോഡ് 10% നിയാസൈനമൈഡ് ഫേസ് സെറമാണ്. ഇതെൻ്റെ തേർഡ് പർച്ചേസ് ആണ്. ഇതെന്ന് പറയുന്നത് ഫോർ ആക്നെ മാർക്സ് ആണ്. അതായത് എൻ്റെ ഈ രണ്ട് സൈഡിൽ നല്ലപോലെ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒത്തിരി ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ. ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ട്യൂബ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് നമുക്ക് ഈ ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ വാട്ടറി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യും. 2 or 3 ഡ്രോപ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മതി. കാണിച്ചു തരാം ഞാൻ. ഈ ട്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നീഡിൽ പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതാണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് സെറത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഭയങ്കര വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. 2 or 3 ഡ്രോപ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ല ഡിഫറൻസ് വരും. നമ്മുടെ സ്കിന്നിന് ടാനിങ്ങോ അല്ലെങ്കിൽ ആക്നെ മാർക്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാർക്സ് ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ആദ്യം ഞാൻ ചെറിയ ബോട്ടിലാണ് മേടിച്ചത്. ഇതിപ്പം 30 മില്ലിയുടെ പ്രോഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. അതിന് 539 റുപ്പീസാണുള്ളത്. ഇതിൻ്റെ തന്നെ 10 മില്ലിയുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം ആദ്യം അത് മേടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം ഇത് വലിയ ബോട്ടിൽ മേടിച്ച് നോക്കുക. അപ്പം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. നല്ല ഡിഫറൻസ് വരും. കാരണം എൻ്റെ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ നല്ലപോലെ പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു. ആ പിമ്പിൾസിൻ്റെ എല്ലാം നല്ലപോലെ സ്കിന്നിൽ ഡാർക്ക് മാർക്സ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ആ രണ്ട് സൈഡിലെയും നല്ല ഡിഫറൻസ് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 539 റുപ്പീസിലാണ് എനിക്ക് ഈ സംഭവം കിട്ടിയത്. ഇപ്പം ഓഫറിൽ 539 തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ നല്ലൊരു പ്രോഡക്റ്റാണ് ഈ നിയാസിനമൈഡ് സെറം. നമ്മുടെ സ്കിൻ കെയർ റേഞ്ചിലുള്ളത്. ഇനി നമുക്ക് മേക്കപ്പ് പ്രോഡക്ട്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഗാർണിയറിൻ്റെ മൈസലാർ ക്ലെൻസിങ് വാട്ടറാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പലരും പറഞ്ഞ് നല്ല അഭിപ്രായമുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാനിത് ഇതേപോലെ തന്നെ ബയോഡാമയുടെ മൈസലാർ വാട്ടറുണ്ട്. പിന്നെ ഓയിലി ക്ലെൻസറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഗാർണിയറിൻ്റെ ഇതിപ്പം ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് മൈസലാർ ക്ലെൻസിങ് വാട്ടർ. ഇതിൻ്റെ റുപ്പീസ് എന്ന് പറയുന്നത് 199 ആണെന്നാണ് എൻ്റെ ഒരു 169 ആണ് കേട്ടോ. 199 ആണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷേ ഓഫറിൽ 169 കിട്ടി. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 169 തന്നെയാണ്. അപ്പം മേക്കപ്പ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ ഇങ്ങനത്തെയുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ആദ്യം ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് എൻ്റെ തേർഡ് പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്
കെ ബ്യൂട്ടിയുടെ 24 hour ലാസ്റ്റിംഗ് ട്രാൻസ്ഫർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള കാജലാണ്. ഇതെന്ന് പറയുന്നത് സ്പെയ്ഡ് എന്ന് പറയുന്ന ഷെയ്ഡിലുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഔട്ടർ കവറിങ്. ഇനി ഒറിജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ്. ഇത് നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഇവർ ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ 24 hour ലാസ്റ്റിംഗ് ഒന്നും അല്ല. അതേപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫും സ്മഡ്ജ് പ്രൂഫും അല്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷെ നല്ല ഡാർക്കനിങ് ആണ്, നല്ല ഡാർക്കൻഡ് ആയിട്ടുള്ള സംഭവമാണ്. 24 hour ഒന്നും എന്തായാലും നമ്മളൊരു കണ്ണ് തിരുമ്മി കഴിഞ്ഞാൽ പോലും അത് നിൽക്കത്തില്ല. അതേണ്ട കണ്ടോ, നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാകും. അപ്പം ഇത് 24 hour ഒന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നല്ല ഡാർക്കനിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ സ്പെയ്ഡാണ് ഇതിൻ്റെ ഷെയ്ഡ് നെയിം. ഇതാണ് എൻ്റെ 4th പർച്ചേസ്. ഇനി അടുത്തതും കെ ബ്യൂട്ടിയുടെ തന്നെ ഒരു മെറ്റാലിക് ഐ ഷാഡോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഫോർച്യൂൺ എന്ന് പറയുന്നതാണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മുടെ ഐ ഷാഡോ ഇടുന്നവരാണെങ്കിൽ ഇത് ഒന്ന് മേടിച്ച് നോക്കിയാൽ മതി. നല്ലതായിട്ട് ബ്ലെൻഡും ചെയ്യും. അതേപോലെ തന്നെ നല്ല സ്പാർക്കിളും ഒക്കെയുള്ള മെറ്റാലിക് ഐ ഷാഡോ ആണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഫോർച്യൂൺ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തു. കാജൽ ഞാൻ ട്രൈ ചെയ്തു. ഇത് 24 hour ലാസ്റ്റ് ചെയ്യത്തില്ല. ഇത് ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല. ഇതിൽ നല്ലത് നമ്മുടെ ലാക്മേയുടെ തന്നെയാണ്. ലാക്മേയുടെ ഐക്കോണിക് കാജൽ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഫേസസ് കാനഡയുടെ എനിക്കിഷ്ടമാണ്. പക്ഷെ അതും സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സ്മഡ്ജ് പ്രൂഫ് അല്ല. 24 hour പക്ഷേ ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് സ്മഡ്ജ് ചെയ്യാനൊക്കെ പറ്റും. അതിലും നല്ലത് എനിക്ക് തോന്നുന്നത് ലാക്മേയുടെ തന്നെയാണ്. ലാക്മേയുടെ ഇച്ചിരി നേരം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് അടിപൊളി പ്രോഡക്റ്റാണ്. ഒരു ഐ ഷാഡോ ഒക്കെ മതി എന്ന് തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം മതി, സ്പാർക്കിളുള്ളത് മതി, ഇതിൻ്റെ തന്നെ മാറ്റ് ഫിനിഷിൻ്റെയും നമുക്ക് കിട്ടും. അപ്പം അത് മതി, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഒരെണ്ണം മതി എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാണ്, സ്മഡ്ജ് ചെയ്യും, പെട്ടെന്ന് തന്നെ സ്പാർക്ലിംഗ് ഉള്ളതാണ്. ഇതൊരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണിന് നല്ല രസമായിരിക്കും. ഞാൻ പക്ഷേ ഇന്ന് അതല്ല ഇട്ടിരിക്കുന്നത്. ഇത് മെറ്റാലിക്കിൻ്റെ ഐ ഷാഡോ, കെ ബ്യൂട്ടിയുടെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ളതാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 479. സാധാരണ 500 റുപ്പീസിന് മേളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതെനിക്ക് 499 റുപ്പീസിന് കിട്ടി. ഇതിന് ശരിക്കും ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 509 ആണ് കേട്ടോ. പല ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫോർച്യൂൺ എടുത്തത്. പിന്നെ നേരത്തെ കാജലിൻ്റേത് 249 ആണ് ഒറിജിനൽ പ്രൈസ്. പക്ഷെ നമുക്ക് ഓഫറിൽ 224 കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വെച്ചത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് മേക്കപ്പ് ബ്രഷ് ക്ലീൻ ചെയ്യുന്ന സംഭവമാണ്. ഇതിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സോപ്പ് ഇട്ടിട്ട് നമ്മൾ മേക്കപ്പ് ബ്രഷ് ഇതിലിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ബ്രഷ് ക്ലീൻ ആകുമെന്നാണ് പറയുന്നത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് എന്താണെന്ന് പറയാം. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിന് പ്രൈസ് റേഞ്ച് 160 റുപ്പീസാണ്. 200ൻ്റെ ആണ്. ഇതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. ബ്രോൺസൺ പ്രൊഫഷണൽ സിലിക്കൺ മേക്കപ്പ് ബ്രഷ് ക്ലീനർ ടൂൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മൾട്ടി കളർ അവൈലബിൾ ആണ്. ഞാൻ ഈ കളറാണ് ചൂസ് ചെയ്തത്. 160 റുപ്പീസേ ഉള്ളൂ. നമ്മുടെ ബ്രഷ് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണമല്ലോ. കാരണം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുരു വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് വരുമല്ലോ. നമ്മൾ 1-2 ദിവസം അടുപ്പിച്ച് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആക്നേസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മെബിലിൻ മാസ്റ്റർ കോമിൻ്റെ ബൈ ഫേസ് സ്റ്റുഡിയോയുടെ മെറ്റാലിക് ഹൈലൈറ്റർ ആണ്. ഇതിൻ്റെ സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇത് ഇച്ചിരൂടെ എനിക്കൊന്ന് പൗഡർ ഫോർമാറ്റിലായിരിക്കും ഇത്തിരൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ഈ കോളർ ബോണൊക്കെ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങി ഒരു കഴുത്ത് ഇടുന്നത്, അപ്പോൾ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നി ഇതാണെന്ന്. ഇനി ഇതിൻ്റെ പ്രൈസ് എപ്പോഴും കുറവായിരിക്കും. ഇതെന്ന് പറയുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. താഴെ ഇടാതിരിക്കാൻ സൂക്ഷിക്കാൻ. എന്ത് രസം കാണാമെന്നറിയാം. കാണിച്ചു തരാം. കാണാം. നല്ലൊരു ഹൈലൈറ്ററാണ്. നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. അവിടെ നല്ലൊരു ഇലുമിനേറ്റിംഗ് ഗ്ലോ നമുക്ക് തരാനായിട്ട് പറ്റുന്നതാണ്. ഇത് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാം, ബോഡിയിൽ ഉപയോഗിക്കാം. നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടും അല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്.
ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ പ്രൈസ് കുറവായിരുന്നു. ഇത്രയും ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും 500 റേഞ്ചിലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ മേടിക്കാഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഞാൻ മേടിച്ചപ്പോൾ അതിൻ്റെ പ്രൈസ് 358 ആണ്. മോൾട്ടൺ ഗോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇതിനുള്ളത്. ഇത് 550 റുപ്പീസിനാണ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 358 റുപ്പീസിന് എപ്പോഴും വിലക്കുറവിൽ നമുക്ക് കിട്ടും വലിയ പ്രോഡക്റ്റ്സ് എല്ലാം. അപ്പം ഓഫർ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് 358 റുപ്പീസിന് എനിക്ക് കിട്ടി. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് പർച്ചേസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് വെക്കാം. അടുത്ത പ്രോഡക്റ്റും മെബിലിൻ്റെ തന്നെ കൊളോസൽ മസ്കാരയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് മെബിലിൻ ന്യൂയോർക്ക് ദ കൊളോസൽ മസ്കാര വാട്ടർ പ്രൂഫ് 001 വാട്ടർ പ്രൂഫ് ബ്ലാക്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് പോകാൻ ഭയങ്കര പാടാണ്. നമ്മൾ സാധാരണ സോപ്പോ ക്ലെൻസർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനിത് കളഞ്ഞതെന്ന് വെച്ചാൽ ഓയിൽ ഉപയോഗിച്ചിട്ടാണ്, എണ്ണ ഉപയോഗിച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കളഞ്ഞത്. വെള്ളം ഒഴിച്ചിട്ടും സോപ്പ് ഒഴിച്ചിട്ടും ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടും സാധാരണ നമ്മുടെ മസ്കാരാസ് ഒക്കെ അങ്ങനെ പോകും. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഓയിൽ ക്ലെൻസർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓയിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ ഉപയോഗിച്ച് നമ്മൾ കഴുകി കളയുന്നതായിരിക്കും നല്ലത്. വാട്ടർ പ്രൂഫാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് പോലെ തന്നെ. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് 399 ആണ്. പക്ഷേ എനിക്ക് കിട്ടിയത് 299 റുപ്പീസിന് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം മെബിലിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എപ്പോഴും ഓഫറിൽ വരും. അപ്പോഴത്തേക്ക് ഓഫറിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പം അതായിരിക്കും നല്ലത്. കാരണം എപ്പോഴും അവർ 500 സംതിങ്ങിൻ്റെ ഓഫർ ഇല്ലാത്തപ്പോൾ 500 സംതിങ്ങിനായിരിക്കും ഈ പ്രോഡക്ട്സിനൊക്കെ കിടക്കുന്നത്. പക്ഷേ ഓഫർ വരുമ്പോഴത്തേക്കും 300 റേഞ്ചിന് താഴോട്ട് പോകും, അല്ലെങ്കിൽ 400 റേഞ്ചിന് താഴോട്ടായിരിക്കും ഈ പ്രോഡക്ട്സിനെല്ലാം കിടക്കുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പ്രോഡക്റ്റ് വീണ്ടും പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വീണ്ടും പർച്ചേസ് ചെയ്യത്തില്ല. കാരണം ഭയങ്കര നമ്മുടെ ഐലാഷസ് നല്ല രീതിയിൽ വേണമല്ലോ. അപ്പോൾ പെട്ടെന്ന് കൊഴിയുന്നതും, അപ്പോൾ ഇത് ഭയങ്കര കട്ടിക്കായിരിക്കും ഇത് കിടക്കണത്. അത് കാരണം പിന്നെ അത് പോകാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വാട്ടർ പ്രൂഫ് ഇനി മേടിക്കത്തില്ലായിരിക്കും. ഇതിപ്പം ചേച്ചിയുടെ കല്യാണം പ്രമാണിച്ച് മേടിച്ചതാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. അപ്പം ഇത് വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് നൈക്ക ബ്ലെൻഡ് പ്രോ ഹൈലൈറ്റിംഗ് ഫാൻ മേക്കപ്പ് ബ്രഷാണ്. ഇത് ഞാൻ ഹൈലൈറ്ററിന് വേണ്ടിയിട്ട്, കാണാൻ പറ്റുന്നുണ്ടോ, ഹൈലൈറ്ററിന് വേണ്ടിയിട്ട്, ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ബാക്കി എനിക്ക് പൗഡർ ബ്രഷ് ഉണ്ട്, ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈലൈറ്ററിന് വേണ്ടിയിട്ടുള്ളതില്ല. കാരണം നമ്മളിപ്പോൾ ഹൈലൈറ്റർ ബാക്കിയുള്ള ബ്രഷ് വെച്ച് ഇടാം, പക്ഷേ നമുക്ക് വേണ്ടുന്ന പോയിന്റ്സിൽ മാത്രം ഇടണം. അപ്പം അങ്ങനത്തെയൊക്കെ ഇത് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബ്ലഷ് അപ്ലൈ ചെയ്യണമെങ്കിൽ പിന്നെ ഹൈലൈറ്റർ നമ്മുടെ മുഖത്ത് ഇവിടെ എല്ലാം ആകും. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹൈലൈറ്റർ ബ്രഷ് മേടിച്ചു. അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 299 ആയിരുന്നു. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് മേടിച്ചത്. 399 റുപ്പീസ് ആയിരുന്നു. പക്ഷേ 299 റുപ്പീസിന് നമുക്ക് ഓഫറിൽ കിട്ടി. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല പാക്കേജിങ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വെക്കാൻ പറ്റും. അതേപോലെ പിന്നെ ഒരു കവറൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാം. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെയോ ഓപ്പൺ ചെയ്യണം. അപ്പം ഇനി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ എന്തെങ്കിലും കാണിക്കാം. ഇതാണ് ഭയങ്കര തിന്നാണ്, നല്ലതാണെന്ന് തോന്നുന്നു. യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അടുത്തത് ഇനി നമുക്ക് 2 ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചു. ഇതിലൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ റീപർച്ചേസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷെയ്ഡായിരിക്കും. ഗിവ് മീ മോക്ക, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് അടിപൊളി ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡാണ്. ഇത് ഒരു മോവ്, പിങ്ക്, ബ്രൗണ് ഇങ്ങനത്തെ കളറെല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാനിത് കാണിച്ചു തരാം. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് പക്ഷേ പെട്ടെന്ന് ഡ്രൈ ഡൗൺ ചെയ്യും, അത് മാത്രമേ ഉള്ളൊരു കുഴപ്പം. ഇതാണ് ഷെയ്ഡ്, ഒരു ബ്രൗണ്, പിങ്ക്, ഷെയ്ഡാണ്. ബ്രൗണ്, പിങ്ക്, മോവ് എല്ലാം കൂടെ വരുന്നതാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും. എനിക്ക് ഇനി ഡാർക്കർ സ്കിൻ ടോണിന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്ന് വെച്ചാൽ നല്ല ഡാർക്കർ ആയിട്ടുള്ള സ്കിൻ ടോണിന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഒരു മീഡിയം ടു എന്നെക്കാളും 2-3 ഷെയ്ഡ് ഡാർക്കർ ആയവർക്ക് ഇതൊരു ന്യൂഡ് ഷെയ്ഡ് തന്നെയായിരിക്കും. അങ്ങോട്ടുള്ളതെല്ലാം ന്യൂഡ് ഷെയ്ഡ് തന്നെയായിരിക്കും. ഫെയർ സ്കിൻ ടോൺ ടു മീഡിയം സ്കിൻ ടോണിന് ഇതൊരു പോപ്പപ്പ് കളർ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക. ഇതിൻ്റെ പ്രൈസ്
ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ 599 റുപ്പീസാണ്. പക്ഷേ എനിക്കിത് ഓഫറിൽ $599 തന്നെ കിട്ടിയത്. ഇതിന് മിക്കവാറും പ്രൈസ് കുറവ് കാണും, പ്രൈസ് റേഞ്ച് കുറഞ്ഞത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മേടിച്ചാൽ മതി. ആദ്യം ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നായിരുന്നു, പക്ഷേ എനിക്കപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നൈക്കിയിൽ നിന്ന് വീണ്ടും റീപർച്ചേസ് ചെയ്തത്. പിന്നെ പെട്ടെന്ന് ഇത് ഡ്രൈ ഡൗൺ ആവും. പിന്നെ ഡ്രൈ ലിപ്സ് ഉള്ളവരാണെങ്കിൽ ഒരു ലിപ് ബാം ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇത് മസ്റ്റ് ഹാവിലെ ഒരു ലിപ് ഷെയ്ഡാണ് ഗിമ്മി മോക്ക, വിച്ച് ആൻഡ് വേൾഡിൻ്റെ ഗിമ്മി മോക്ക. ഇനി അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കിരോ എന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കറക്റ്റ് കിരോ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് ലിപ്സ്റ്റിക്ക്. ഇതെന്ന് പറയുന്നത് നട്ട്മെഗ് ന്യൂഡ് എന്ന് പറയുന്നത് 12th ഷെയ്ഡായ നട്ട്മെഗ് ന്യൂഡാണ്. ഇതെന്ന് പറയുന്ന അടിപൊളിയൊരു ഷെയ്ഡാണ്. അതാണ് ഞാനിപ്പോൾ ലിപ്സിൽ ഇട്ടിരിക്കുന്നത് തന്നെ. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ്. ഇതും ഈ ഗിമ്മി മൊക്കയുടെ ഷെയ്ഡ് പോലെ തന്നെ കാണിച്ചത്. ഇതിലൂടെ ഡാർക്കർ കളറായിരിക്കും ഗിമ്മി മൊക്കയിൽ കാണും, പക്ഷേ ഇതും ഒരു ഹിഞ്ച് ഓഫ് ബ്രൗൺ കൂടുതലുള്ളതാണ് കേട്ടോ. ഹിഞ്ച് ഓഫ് ബ്രൗൺ കൂടുതലാണ്. പിങ്ക് ഷെയ്ഡും ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ഉണ്ട്. അങ്ങനത്തെ ഒരു മോഫ് ഷെയ്ഡ് പോലത്തെ എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നട്ട്മെഗ് ന്യൂഡ് എന്ന് പറയുന്നത്. ഇത് അടിപൊളിയാണ്. ഇത് എല്ലാ സ്കിൻ ടോണിനും പറ്റും. ഡാർക്ക് ഷെയ്ഡ് എനിക്ക് അറിയത്തില്ല, ഇതിലൂടെ ഡാർക്കറായിട്ടുള്ളവർക്ക് അറിയത്തില്ല. എന്നെക്കാൾ 1-2 ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ളവർക്കും ഈ ഷെയ്ഡ് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഗിമ്മി മൊക്കി നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെയർ സ്കിന്നിനും ഇതൊരു ന്യൂഡ് ഷെയ്ഡ് തന്നെ ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗെയിമിംഗ് മൊക്കയേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കറാണ് ഇത്, ബട്ട് അടിപൊളി ഷെയ്ഡാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. 875 ആണ് കേട്ടോ, ഇത്തിരി വില കൂടുതലാണ്. ഇത് ഓഫർ ഇല്ലായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് ട്രൈ ഓൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. പക്ഷേ നല്ല ഷെയ്ഡാണ് നട്ട്മെഗ് ന്യൂഡ് കേട്ടോ. സോ നിങ്ങൾ ഇത് രണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ് മെബിലിൻ്റെ മാസ്റ്റർ ക്രോം ബൈ ഫേസ് സ്റ്റുഡിയോയുടെ മെറ്റാലിക് ഹൈലൈറ്റർ ഗോൾഡൻ മോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർച്യൂണായിട്ടുള്ള മെറ്റാലിക് ഐ ഷാഡോ. ഇതിൻ്റെ മാറ്റ് ഷെയ്ഡും അവൈലബിൾ ആണ്. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഇത് മേക്കപ്പ് ബ്രഷ് ക്ലീനർ സംഭവം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊന്നും മേടിച്ച് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കപ്പം നിങ്ങളുടെ മേക്കപ്പ് ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു മൈസലർ വാട്ടറും നല്ലതായിരിക്കും, കാരണം ഇപ്പം ഇതൊരു മൈസലർ വാട്ടർ ആയതുകൊണ്ട് വാട്ടർ പ്രൂഫ് മസ്കാര കളയുമെന്ന് എനിക്കറിയത്തില്ല. അതിന് ഓയിൽ ക്ലെൻസർ തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിപ്സ്റ്റിക്ക് നമ്മൾ പുറമെയുള്ള മേക്കപ്പ് ഇതെല്ലാം കളയാൻ ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പർച്ചേസ് ചെയ്യാൻ പറയുന്നത് സ്കിൻ കെയറിലെ ഈ 10% ഡെർമാക്കോഡ് 10% നിയാസിനമൈഡ് ഫേസ് സെറമാണ്. ഇതും അടിപൊളി പ്രൊഡക്റ്റാണ്. എൻ്റെ ആക്നെ വന്നു കഴിഞ്ഞിട്ടുള്ള മാർക്സ് മൊത്തം പോയത് ഇതിൻ്റെ ഹെൽപ്പോടെ. മൊത്തം എന്ന് പറയത്തില്ല, ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹെൽപ്പ് നല്ല രീതിയിൽ അതിന് ഡിഫറൻസ് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ കുരു വരുന്നതും പിമ്പിൾസ് വരുന്നതിനും ഡിഫറൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഒറ്റ യൂസ് ചെയ്താണ് ഡിഫറൻസ് വരുന്നതല്ല ഞാൻ പറയുന്നത്, നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഉറപ്പാണ് കേട്ടോ. ആദ്യം ഇതിൻ്റെ സ്മോളർ വേർഷൻ, അതായത് 10 മില്ലിയുടെ നമുക്കൊരു സ്മോളർ വേർഷൻ കിട്ടും. അത് മേടിച്ച് ആദ്യം യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വലിയ വേർഷൻസ് മേടിച്ചാൽ മതി. ഓക്കെ. അതേപോലെ തന്നെ ഇതും ഡോട്ടൻകീയുടെ ഹൈഡ്രേറ്റിംഗ് ജെല്ല്, ഇതും അടിപൊളി പ്രോഡക്റ്റാണ്. എൻ്റെ ചേച്ചി ഓയിലി സ്കിന്നാണ്, നല്ല ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻകാരുടെ ഒരു ബിലീഫാണ് അവർ മോയ്സ്ചറൈസർ ഉപയോഗിക്കരുതെന്ന്, കാരണം ഓൾറെഡി ഓയിൽ അവരുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ഉള്ളത് കൊണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഇത് ഓയിൽ ഫ്രീ ആണ്. അതേപോലെ തന്നെ ജെൽ കൺസിസ്റ്റൻസിയാണ്. എൻ്റെ ചേച്ചി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല, കുരുവൊന്നും കൂടുതലോ അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷേ നമ്മളൊരു മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റ് ഹാവ് ആണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത്തിരി പ്രൈസിയാണ് എന്ന് വെച്ചാൽ 500 റേഞ്ചിന് മേളിലാണ്. ഓഫറൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് മേടിച്ച് ഇത് ട്രൈ ചെയ്യാൻ. ഇതിൻ്റെ സ്മോളർ വേർഷൻ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓയിലി സ്കിന്നുകാർക്കാണ് ഞാൻ കൂടുതലും പറയണം. എല്ലാവർക്കും പറ്റും, പക്ഷേ ഓയിലി സ്കിന്നുകാർ ഒന്ന് ഉപയോഗിച്ചാൽ കൊള്ളാം. ഓക്കെ. പിന്നെ ഇത്രയാണ് നമ്മുടെ പ്രോഡക്ട്സ്. ഇത് എനിക്ക് ഫ്രീ കിട്ടിയതെന്ന് പറയണം. ഇത്രയും സാധനങ്ങൾ മേടിച്ചത് കൊണ്ട് എനിക്ക് ഓൾ ദാറ്റ് യു ലവ് എന്ന് പറഞ്ഞ ജാൻവി കപൂറിൻ്റെ ഒരു പൗച്ച് കിട്ടി. ഒന്നുമില്ല, സിംപിളി നമുക്ക് ഈ മേക്കപ്പ് പൗച്ച് പോലത്തെ സംഭവമാണ്. മേക്കപ്പ് എല്ലാം ഇട്ട് വെക്കാവുന്ന ഒരു പൗച്ചാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐറ്റംസ് എല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ ബൈ. ലവ് യു. ബൈ.